കാറി ഇരിപ്പുണ്ടായിരുന്ന ആള് ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞങ്ങളിപ്പോ തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചപ്പോഴും പിന്നെ എന്റെ ഹസ്ബൻഡ് എക്സ് ലവറും കൂടെ മാനേജ്മെന്റിന്റെ മടി കയറി ഇരിക്കുവാണ്. സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് മാനേജ്മെന്റിന്റെ അടുത്ത്. എന്റെ പണ്ടത്തെ കാമുകന്റെ ഭാര്യ പണ്ട് ഇങ്ങനെ ഈ പേരൻസിനെ വിളിച്ച് പറയാണ് ജാതികളാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഇവിടുന്ന് CC കൊടുത്ത് മാറ്റിയാൽ പോലും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, ഞങ്ങൾ എപ്പോൾ വേണേലും അവരെയൊക്കെ വെട്ടിക്കൊല്ലാം, ഞങ്ങൾ ഈ നാട്ടിൽ. സലിഹ ഷാജഹാൻ ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്കൂള് എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണത്തിനെ കുറിച്ചാണ്. പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നതും കുറച്ച് സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുമുണ്ട്. ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ ഇവർ ഇട്ട വീഡിയോ അനുസരിച്ച് പുനലൂർ സെൻറ്റ് തോമസ് സ്കൂള് ഇവിടെ ആരുടെയെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയി വേറെ സ്കൂളിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പണ്ടാരടങ്ങി പോകും. പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ, മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിനെ അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ് അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ. പിന്നെ എന്തിനാണ് നിങ്ങൾ എക്സാം നടത്തുന്നത്? നിങ്ങൾക്ക് ഒരു ചോദ്യപേപ്പറും ഒരു പേപ്പറും അതിൽ തന്നെ ആൻസർ എടുത്തിട്ട് പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ പറയതേ മക്കളെ നിങ്ങൾ അങ്ങോട്ട് എഴുതിക്കോ, ഞങ്ങൾ മാർക്ക് തന്നോളാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും എഴുതണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഈ ചക്കോപ്പി പോലെ ഇങ്ങനെ പകർത്തി തന്നാൽ മതി, ഞങ്ങൾ മാർക്ക് തന്നേക്കാം. എക്സാം ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഇടുന്നു, നിങ്ങൾ തന്നെ തലേന്ന് അത് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ തന്നെ പിറ്റേന്ന് എക്സാം ഇടുന്നു. പിന്നെ എന്തിനാ എക്സാം എന്ന് പറഞ്ഞിടുന്നേ? ചോദ്യവും ഉത്തരവും കൂടെ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഓരോ കുട്ടികളുടെ പേര് ആ പ്രിൻ്റ് എടുത്തതിൽ എഴുതി വെക്കുക, എന്നിട്ട് മാർക്ക് കൊടുക്കുക. എളുപ്പപ്പണി. മേടിക്കുന്നു. അപ്പോൾ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തമാണെന്ന്. അപ്പോൾ ഈ പന്ന ആൾക്കാരെ എല്ലാം കൂടി പഠിത്തം ഒരുമിപ്പിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അയൽക്കൂട്ടം ടീം എന്ന് പറഞ്ഞൊരു സംഭവം? നമ്മൾ പറയാറുണ്ട് അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പുറം ഇപ്പുറമുള്ള കൊതിയെന്നോണയും പറയുന്നതാണ്. അതാണ് ആ സ്കൂളിൽ നടക്കുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3 പേരൻസ് ഉണ്ട്. അവരൊത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിന് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. ഏത് സ്കൂളിലാണ് അങ്ങനത്തെ ഫ്രീഡം കൊടുക്കുന്നത്? പേരൻസ് ഒളിഞ്ഞും തെരഞ്ഞുമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആർക്കും നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. നല്ല സ്കൂള് നിങ്ങളൊക്കെ ആ പണി, അതായത് മാഷ്, ടീച്ചർ, പ്രിൻസിപ്പള്, ആ ഒരു കാറ്റഗറിയുള്ള പണികളൊക്കെ നിർത്തി വെച്ചിട്ട് വല്ല തൊഴിലുറപ്പിന് പോകും. അതാകുമ്പം വട്ടത്തിൽ കൂടി ഇരുന്ന് സംസാരിക്കാം. എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെ ആടെ കുറച്ചും കൂടെ നല്ലത്. തൊഴിലുറപ്പാറ് പിന്നെയും പണിയെടുക്കും. നിങ്ങൾക്ക് കൊതിയെന്നാണെങ്കിലും പറയാനാണെങ്കിൽ തൊഴിലുറപ്പ് എന്നതിന് പകരം തൊഴിലിരിപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ പോയി അങ്ങ് ജോയിൻ ചെയ്യുക. ഒരു സെൻറ്റൻസോ പാരഗ്രാഫോ എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് എക്സാം പേപ്പർ കിട്ടുമ്പോൾ ഫുൾ മാർക്ക് കൊടുക്കുന്ന മാഷും ടീച്ചറും പ്രിൻസിപ്പളും കൊള്ളാം കളി. നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പോവരുത്. സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന്റെ സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും. വിഡ്ഢികളായ, ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറെ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാന്റ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവർ തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുകയാണ്, കോസ്റ്റ്യൂമിന് ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത്. 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു. 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ നിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? പക്ഷേ നമ്മളൊരു സ്കൂളിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കുന്നിടത്തോളം കാലം നമ്മളത് പറയത്തില്ല. ഞാനത് മറച്ചു വെച്ചു. മറച്ചു വെച്ചിട്ട്
ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം ഇത്രയും പറഞ്ഞു, ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വലിയ രസമില്ല. അത് അവർക്ക് വലിയ ഒരു ഇൻസൾട്ടായി. അവർ 24 വർഷമായിട്ട് സ്കൂളിൽ കള്ളത്തരങ്ങളെല്ലാം പടുത്തുയർത്തിയ ഒരു സ്കൂളാണ്. ആ ഒരു നെഗറ്റീവായ ചെറിയൊരു കാര്യം എന്റെ വായിന്ന് വീണത് അവർക്ക് വലിയൊരു നെഗറ്റീവായി പോയത്. ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 800 രൂപ ഞാൻ കൊടുത്ത് മേടിച്ച ഫ്രോക്കിന് 460 രൂപ ആയിട്ടുള്ളൂ. പക്ഷെ അത് കൊള്ളാമോ ഇല്ലയോ, നന്നായില്ലയോ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? എനിക്ക് മാത്രമല്ല, അവിടെ പഠിപ്പിച്ച എല്ലാ പേരൻസിനും അത് പറയാനുള്ള അവകാശമുണ്ട്. ഞാനൊരു യൂട്യൂബ് ഉറപ്പായിട്ടും ചോദിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. കാരണം ഈ പൈസ എന്ന് പറയുന്നത് മരം കുലുക്കി കഴിഞ്ഞാൽ വരുന്ന സാധനമല്ല. ഓരോ പാരൻസും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനമാണ്. അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊടുക്കുമ്പം അവിടെ ഇങ്ങനൊരു മിസ്റ്റേക്ക് കാണുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഈ സാധനം വെറുതെ കിട്ടത്തില്ല. പൈസ എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കണം. ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവന്മാർക്ക് ഇതൊന്നും വലിയ കാര്യമായിരിക്കത്തില്ല. എന്തൊക്കെ വന്നാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയെ ഞങ്ങൾ തിന്നു എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതാണ് ഈ സ്കൂളുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, നിനക്കൊക്കെ പോയി പിച്ച എടുത്തോടെ. നീയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ ഉണ്ടാക്കുന്ന പൈസ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിനക്കൊക്കെ തരുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ പാരൻസ് അവരുടെ വേർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ടാവും അതിൽ. നിങ്ങൾക്ക് എത്ര നാൾ ഇതൊക്കെ വെച്ച് ജീവിക്കും? പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നതാണല്ലോ. ഞാൻ ഫ്രോക്കിന്റെ കാര്യം അന്ന് പറഞ്ഞപ്പോ തൊട്ട് ഇവര് മോനുകുട്ടൻ ക്ലാസ്സിൽ ഇരിക്കുവാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും മോനെ എടേ എന്നൊക്കെ വിളിക്കും. എടോ എണീക്കടോ വാടോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയാണ്. കുഞ്ഞിനോട് ദേഷ്യമാണ്. ആ മാനേജ്മെന്റിന്റെ ബന്ധുവായ ഒരു ടീച്ചറാണ്, ഒരു സ്ത്രീയാണ്. അവിടെ സ്ത്രീ എന്ന് തന്നെ വിളിക്കണം. കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണാൻ പറ്റാത്ത സ്ത്രീ. ആ സ്ത്രീയാണ് അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നത്. അവിടെ വാച്ച്മാനായിട്ട് നിൽക്കുന്നതും ഈ സ്ത്രീയാണ്. കൈയും കെട്ടി നിൽക്കും. കാർ ആരെവിടെ ഇടണം, വണ്ടി ആരെവിടെ ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്ത്രീയാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഭയങ്കര വിദ്വേഷം. എണീക്കടോ, നടക്കടോ. ഇപ്പൊ കുഞ്ഞ് നോമ്പ് പിടിച്ച് കുഞ്ഞ് അവിടെ പോയപ്പോ എന്നോട് പലരും ചോദിച്ചു, മോനോടനെ പൊന്നൂസിനെ എന്തുകൊണ്ട് നോമ്പ് പിടിപ്പിച്ചില്ല? 2 നോമ്പല്ലേ പിടിപ്പിച്ചുള്ളൂ. ക്ലാസ്സിൽ പോകുമ്പോ ഇതാണ് കുഞ്ഞിനോട് പറയുവാണ്, എന്താ ചോറ് ഇന്നത്തെ? മോനോട് പറയാൻ, നോമ്പാ ടീച്ചറെ. നീ നോമ്പ് പിടിച്ചിട്ട് എന്താ കാര്യം? നിന്റെയൊക്കെ സ്വഭാവം ആദ്യം നന്നാക്കുക. അല്ലാതെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറയാണ്. കുഞ്ഞ് വന്ന് എന്നോട് പറയുമ്പോഴും ആദ്യം നിന്റെയൊക്കെ സ്വഭാവം നന്നാക്ക് തള്ളേ, എന്നിട്ട് നീ ആ കൊച്ചുങ്ങളുടെ ഒക്കെ സ്വഭാവം നന്നാക്ക്. നീയൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഭാവി എന്താവെന്ന് അറിയാവോ? ഇതുപോലെയുള്ള കുറെ അഴക്കകൾ കൊച്ചുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി നശിച്ചു പോകുന്നല്ലാണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് നീയൊക്കെ ഒന്ന് നന്നാവ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും വിദ്വേഷം കാണിക്കുന്ന നിന്നൊക്കെ ടീച്ചറെന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. അപമാനമാണ് അതിനൊക്കെ. ഞാൻ പറയണ സാറില്ല മക്കളെ, നമ്മൾ ഈ വർഷം അങ്ങ് TC മേടിച്ച് പോവല്ലോ, അവിടെ കുഴപ്പമില്ല, പോട്ട് മക്കളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഹിന്ദി എക്സാം വന്നപ്പോൾ പൊന്നു, നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദി അല്ലേ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് അത്രയും കൂട്ടി വായിക്കാൻ അറിയത്തില്ലായിരിക്കും. ടീച്ചർ ഈ ക്വസ്റ്റ്യൻ എന്തുവാണ്? ഇതേ സെയിം ടീച്ചർ തന്നെ പറയുവാണ്, എനിക്ക് ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്തു. ആ പെൺപിള്ളക്ക് ഹിന്ദി അറിയത്തില്ല, പിന്നെ എന്തിനാണ് അവിടെ ടീച്ചറായിട്ട്? എന്താ ക്വാളിഫിക്കേഷൻ? എന്താ ബന്ധുവാണെന്ന ക്വാളിറ്റിയിലാണോ അവിടെ ടീച്ചർ ആവാൻ പഠിപ്പിക്കാൻ ഇരുത്തിയേക്കുന്നത്? ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്യുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബസ്സിൽ നിന്നും ആരെ ശ്രദ്ധിക്കാതെ ഒരു കുഞ്ഞ് ഫ്രണ്ടിലോട്ട് ഉറങ്ങി വീണു. കുഞ്ഞിന്റെ നെറ്റി പൊട്ടി. പരാതി പറയാൻ പോയ പേരൻസിനോട് പരാതി പറയാൻ അവിടെ പോകുന്നവർക്ക് ഇഷ്ടമല്ല. അവർ പേരൻസിനോട് അവർ പറയുവാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കണ്ട. അതേസമയം ആ ആയെ വിളിച്ച് വാൺ ചെയ്യുമല്ല, ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന വാൺ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കണ്ട, പൊക്കോളൂ TC വിളിച്ച്. പരാതി ഹിന്ദി അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? നോക്കൂത്തിയാണോ? നിങ്ങൾ പിന്നെ അവിടെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂത്തിയായിട്ടാണോ? നോക്കൂത്തി പറയുന്നില്ല. അതുപോലെ ഇപ്പൊ തന്നെ പുതിയൊരു ഫ്രോക്ക് ഇന്നാൾക്ക് ഒരെണ്ണത്തിന് മേടിച്ചു ടീച്ചർ. ഇപ്പൊ അടുത്തൊരു ഡ്രസ്സ് എടുക്കണ്ട എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഇപ്പൊ പൈസ ഇല്ല. അതോ ഞങ്ങൾ കർത്താവിന്റെ പാട്ടായതുകൊണ്ടാണോ ഡാൻസ് ചെയ്യാത്തതെന്ന്? ഇപ്പൊ ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ നിന്ന് വിളിച്ചു. ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും അനാഥരായി നിങ്ങൾ ഫുഡ് കൊടുക്കാൻ വരുമോ? അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നില്ല അവിടെ എത്ര മുസ്ലിംസ് ഉണ്ട്, എത്ര അമ്മമാരും അച്ഛന്മാരും മുസ്ലിം ഉണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നത് അവിടെ എത്ര പേരുണ്ട്, എത്ര പേർക്കാണ് ഫുഡ് കൊണ്ടുവരേണ്ടതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് അവിടെ മതമില്ല. പല പേരൻസും ഇവിടെ നമ്മളോട് പറയണം, അമ്മ ചേർക്കണം, 1 വർഷത്തേക്ക് 7000 രൂപ വെച്ച് ഫീസ് അടയ്ക്കുവാണ് നമ്മൾ. കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന്, കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ കളിച്ചോട്ടെ. സ്വിമ്മിംഗ് പൂൾ ഒരു പീരീഡ് പോയി വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. 3rd പ്രൈസ് വാങ്ങിച്ചോ നീന്തൽ മത്സരത്തിൽ. നമ്മുടെ ഒന്നും കുഞ്ഞുങ്ങളുടെ പടം അവിടുത്തെ മാഗസീനിൽ വരത്തില്ല. കാരണം എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യൂട്ട്നെസ് കുറവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ കൊള്ളത്തില്ല. സ്വിമ്മിംഗ് പൂളിൽ 7000 രൂപ കൊടുത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പടം അവിടെ സ്വിമ്മിംഗ് മാഗസീനിൽ വരത്തില്ല. പകരം സ്വിമ്മിംഗ് പഠിക്കാത്ത LKG UKG ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കഷ്ടം. ഇതിനൊക്കെ സ്കൂളെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അധ്യാപകരെന്നോ ഗുരു എന്നോ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇമാതിരി ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് അവരെ അവിടെ നിന്ന് മാറ്റി വേറെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുക.
അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും ഭാവി ഉണ്ടാവും. ഈ സ്കൂളിൽ ഭാവി തൊലയ്ക്കുക എന്നല്ലാണ്ട് ഭാവി മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയും പ്രിൻസിപ്പൾ അതുപോലെ ചെന്ന് പറയുവാണ് ഈ പെണ്ണുണ്ട്. അപ്പൊ ഇവർക്ക് വീട് കിട്ടിയ ഒരു അവസരമായി പോയി, വല്ലാത്തൊരു അവസരമായി പോയപ്പോഴത്തേക്കും ഇവര് രണ്ട് കൂട്ടരും കൂടെ പെട്ടെന്ന് പറയുവാണ്, ഞങ്ങൾ പോകുമ്പോൾ ആ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താണ് ഇവിടുന്ന് മാറാഞ്ഞത്, കുട്ടികളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേരൻസിനെ വിളിച്ച് പറയുകയാണ്, ജാതികളാണ് ഞങ്ങളുടെ മക്കളെ നമ്മൾ ഇവിടുന്ന് CC കൊടുത്ത് മാറ്റിയാൽ പോലും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, ഞങ്ങൾ എപ്പോൾ വേണേലും അവരെയൊക്കെ വെട്ടിക്കൊല്ലാം, ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, പേടിക്കണം. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി എന്ന് വെച്ചാൽ ആ പൊടിച്ചിറങ്ങണെ ഞങ്ങളങ്ങനെ വെട്ടിക്കൊന്നാലോ, നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി നിങ്ങൾ സുരക്ഷിതം ആക്കണം. ജാതിയും മതമൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ആലോചിക്കുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് പാരൻസിനെ വിളിച്ചിട്ട് ഇവർ ജിഹാദികളാണ്, മക്കളെ കൊല്ലും, തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവന്മാരോടൊക്കെ തള്ളമണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് ഉപ്പും മുളകും വാരി കൂട്ടി അങ്ങ് തേച്ച് കൊടുക്കണം. നാറികൾ. നിങ്ങളിപ്പോൾ ഈ തുറന്ന് പറഞ്ഞതിൽ ഒരു പ്രശ്നമില്ല. ഇനിയും പറയണം എങ്ങനെയൊക്കെയാണ് ഇവരെ നാണം കെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നാണം കെടുത്തി വിടും. കാരണം കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന ഇതുപോലെയുള്ള തേർഡ് റേറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സ്കൂളാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നടത്തുന്നത് സ്വയം ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക. ഒരു ആലോചിക്കണം, ഒരു കുട്ടിയിൽ നിന്ന് 600 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എത്ര കുട്ടികളുണ്ടാവും? അത്രയും കുട്ടികളിൽ നിന്ന് 600 രൂപ മേടിച്ചിട്ട് ഇവർ ആ പകുതി പൈസ തിന്നുമല്ലേ? അല്ലേ? വേറൊന്നും അവരവിടെ ചെയ്യുന്നില്ലല്ലോ, തിന്നുക. കഷ്ടം. ഞാൻ പറയില്ലേ, എത്രയും പെട്ടെന്ന് കുട്ടികളെ മാറ്റുക, അതേ വഴിയുള്ളൂ. ഈ സാധനം അടച്ചു പൂട്ടി പോണ്ട, ആരടങ്ങി പോട്ടെ. ശരി എന്നാൽ.